പരമകാരുണ്യവാനായ ദൈവമേ, ഈ ലേലവസ്തുക്കളെ ആശീർവദിക്കണമേ. അങ്ങയുടെ ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ. 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ. 400. നാടനൊന്നുമല്ല, 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ജെയിംസ് 500 പോരട്ടെ. 600 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട. നല്ല നാടൻ പൂവന. എന്റെ വക്കച്ച ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. പച്ചക്കറി തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. 700. ജെയിംസ് 700. ഒരു തരം 800 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. ജെയിംസ് 1000 പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചായന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000. നീ കൂനറിഞ്ഞ് നിവര് കേട്ടോ. അച്ഛന് വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ, അത് കൊളസ്ട്രോളാ. 8000. ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ അച്ചോ, വല്ല പച്ചക്കറി വിളിക്കുന്നുണ്ടോ? വിളിക്കേ. ഇല്ല, ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു വക്കച്ച ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. 1 തരം 2 തരം 3 തരം. 10000. ആർക്കും വേണ്ടേ? അച്ഛൻ വെച്ച് തന്നല്ലേ. അച്ഛൻ വെച്ച് ഇനി എനിക്കിട്ട് എന്നാണ് വെക്കാൻ പോകുന്നത്? പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. ചേട്ടനാണോ? നീ തന്നെ വക്കച്ചന് നല്ല നാടൻ പടവലങ്ങ. ചേച്ചി മുന്നീന്ന് പറ. സ്പീഡ് കൊടുക്കണ. ഈ കുന്നത്തിന് വാലൊന്ന് മാറ്റി പിടിക്കും. ബ്രേക്ക് എവിടെ? ഈ പാട്ട വണ്ടിക്ക് ബ്രേക്കില്ലല്ലോ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലും. ഞാൻ സഹിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടെ. ഇടത്തോട്ട് റൈറ്റ് അല്ലേ? അല്ലേ, ഞാൻ ഓടിച്ചോളാം. പോയി. എന്തുവാടാ? എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിങ്. വണ്ടിയിലോട്ട് കയറി, വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. കൊള്ളാലോ. ഇതെന്നാ ആട്ടിൻകുഞ്ഞിനെ ലേലം വിളിച്ചാണോ? എല്ലാവരും ലിഫ്റ്റ് കൊടുത്താ. ജോസാറിനോട് അന്വേഷണം പറഞ്ഞേക്കാം. വണ്ടി എടു. അല്ലെങ്കിൽ നീ ആടിനെ പിടിക്കാൻ ചാടിക്കില്ലേ? ഫസ്റ്റ് എടുക്ക്. ഫസ്റ്റ് അല്ലേ? അപ്പോ ജോസൂട്ടി ചേട്ടൻ ആട്ടിൻകുഞ്ഞിനെ വെച്ച് നമുക്ക് അടുത്ത റീൽ എടുത്താലോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് നമുക്ക് അവിടെ എടുത്താലോ? എന്നാ ഫോൺ അവിടെ സെറ്റ് ചെയ്യാം. വേഗം വാ. എന്നാത്തിന്റെ കേടാ മനുഷ്യ ഈ പെമ്പിള്ളാരുടെ പറയാ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ? എടീ, 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ, നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാ പെമ്പിള്ളാരെ വളർത്താൻ പറ്റുമോ? ഇത് പഴയ കാലമൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? ഏതുണ്ട്? എനിക്കറിയൊന്നുമില്ല. നീ ആ റോട്ടിലങ്ങനെ പോയി അന്വേഷിക്കും. അതാ കേറ്റത്തില് വീടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താ പോരായിരുന്നു? നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തർ അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ.
ഈ അവളമാരുടെ റൂമിൽ കയറി നോക്കിണ്ട മുഴുവൻ ചൈനക്കാരാ. അയ്യോ പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? എടീ പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ മാതൃത്വത്തില്? നീ എന്നാടാ കൊടുക്കാതെ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശു ഒന്നും പോരാഞ്ഞിട്ടാണോ? ആനെ കൊണ്ടുവരണോ? ഡോളി ഡോളി ഡോളി. കിട്ടിയപ്പോഴേക്ക് പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കല ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അതറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്ത് എന്നാ വെല്ലുമ്മച്ചക്കൊരു കോഴി. ഇത് നമ്മുടെ പെടയല്ലേ? അയ്യോ ഇന്ന് മുതൽ അതെ. ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാവോ, ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ. ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ ഇതിൽ ഈ പോകുന്നേ. മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനൊരു പണിയെടുത്ത് ചാവും. അമ്മച്ചി എന്നാടാ എടി ആനിയമ്മേ, വിളിച്ചാ വരികയില്ല. ആനിയമ്മേ വരുവാ. ദേ കണ്ടോ ഇതൊരു പച്ചക്കറി കട മുഴുവനുണ്ടല്ലോ. എടി ഇത് മുഴുവൻ ഓർഗാനിക്കാ. നല്ല ചാരവും ചാണകവും ഇട്ടുണ്ടാക്കിയത്. ഈ മുട്ടയും മുട്ടയില്ല, ഈ ചേമ്പും കാച്ചിലും ഈ ഓൾ വെജിറ്റബിൾസ്. എന്റെ പൊന്നാനിയമ്മ, ഇന്നത്തെ ലേലത്തിന് നീ കൂടെ വരേണ്ടതായിരുന്നു. എന്നെ പിടുത്തമായിരുന്നു അറിയോ? നമ്മുടെ കോച്ചേരി ബാബു എന്നോട് വാശിക്ക് മത്സരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവോ? നിനക്കറിയോ, ആ 10 കോഴിമുട്ട 4000 രൂപയ്ക്ക് ഞാൻ പിടിച്ചേ. 4000 രൂപയോ ഈ മുട്ടയ്ക്കോ? പിന്നെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ വികാരിയച്ഛനും ഉണ്ടായിരുന്നു എരിവ് കയറ്റാൻ. വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാച്ചിലെ നല്ലപോലെ പുഴുങ്ങിട്ട് നല്ല തൈര്യമതി കൂട്ടി ഒരു പിടുത്തം. ആര്? അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. ഓ ഭയങ്കര ദാഹമേ. വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിക്കാം അല്ലേ? നോക്കൂ, പൈനാപ്പിൾ നല്ലതായിരിക്കും അല്ലേ? നല്ലതായിരിക്കും. പക്ഷെ അപ്പടി മധുര. പപ്പയ്ക്ക് ഷുഗർ അല്ലേ? അപ്പൊ ഇത് മതി. നല്ലതാ, അടിച്ചോണ്ട് തരാവേ. എനിക്ക് ചൊറിഞ്ഞ് കേറുന്നുണ്ട്. എന്നാ പപ്പ? അല്ല ഈ ചേന നിങ്ങൾ കഴിക്കുന്നവർ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോ ചൊറിയും. നിന്നെ പോലുള്ളവർക്ക് കൂടുതൽ ചൊറിയും. ചൊറിയും ചൊറിയും. നിർത്തിക്കേ. നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഡ്രംസ് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം ഇല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേബി പിടിക്കുമല്ലോ അല്ലേ? വിശുദ്ധം തന്നെ മതി. 3, 4. ജോസൂട്ടി, ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, കുറച്ച് കേക്കൊക്കെ എടുത്തു വെക്കാൻ മേലായിരുന്നോ? ചേർ വെച്ചാ തിരക്കൊന്ന് കഴിയട്ടെ. എണ്ണി വെച്ചേക്കടാ. ഓ ഹ്യൂമാനെ സമ്മതിക്കണം, കേട്ട് നിന്ന് പോവും. അവരുടെ നിത്യത്തൊഴിലല്ലേ വകച്ചായ. എന്നാന്നറിയില്ല, ഇത് കേൾക്കുമ്പോ എനിക്ക് പെരുന്നാളിന് പ്രദർശനം ഇറങ്ങുന്ന ഓർമ്മ വരും. ഈ പെരുന്നാളിന് എങ്ങനെ മെൽവിൻ വരുമോ? പോയിട്ട് 5 കൊല്ലം ആയില്ലേ, ചിലപ്പോ വന്നേക്കും. ഞാൻ ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. നമ്മൾ പഠിപ്പിക്കാവുന്നത്രേ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു. ഞാൻ എന്റെ കടമ നിറവേറ്റി. ഈ കാലത്ത് പിള്ളേരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നേ. ഒരു കണക്കിന് അതാ നല്ലത്. ഇളയ മോനെ വിടാൻ പോവാ. പിള്ളേർ പോയി രക്ഷപ്പെടട്ടെന്നേ. പെടട്ടെന്നേ, രക്ഷപ്പെടട്ടെന്നേ. പിള്ളാച്ചോ ഉണ്ടോ? അമ്മച്ചിക്ക് കുറച്ച് വടിയും മടക്കും സാധനം പൊടിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? തൊട്ടാ പൊടിയും സാധന. പിള്ളാച്ചന്റെ കടലേ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവണ്ടേ? അല്ല, എന്നാ പിന്നെ അമ്മച്ചി അനാഥാലയത്തിലിട്ട് കഷ്ടപ്പെടുത്താതെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരാൻ മേലേ? അനാഥാലയോ എന്നാരും പറഞ്ഞു? ഇതായി നാടിന്റെ കുഴപ്പം. അനാഥാലയം ഒന്നുമല്ല, ഓൾഡ് ഏജ് ഹോം. വെളിയിലൊക്കെ ആളുകൾക്ക് വയസ്സാകുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റൂം ബുക്ക് ചെയ്യും. 24 hours ഡോക്ടർ ഫെസിലിറ്റി, നഴ്സിംഗ് കെയർ, ഡയറ്ററി ഫുഡ്, എവരിതിങ്. 10-20 കൊടുത്താൽ തന്നെ ഇതുപോലെ ഫെസിലിറ്റി എനിക്ക് അമ്മച്ചിക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ? പിള്ളേച്ച മാത്രം കേട്ടാ പോരാ, ഇവനും കൂടെ കേൾക്കണം. എടാ ജോസൂട്ടി, എനിക്ക് വേണേ ഒരു ഹോം നേഴ്സിനും കൂട്ടി അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം.
ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന 10-20 വേണം ലാഭിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ കിട്ടുന്ന സന്തോഷം അമ്മച്ചിക്ക് വീട്ടിൽ കിട്ടുകയല്ല. അവിടെ ആവുമ്പോ ഈ സമപ്രായക്കാരുമായിട്ട് അമ്മച്ചി സംസാരിച്ചും പ്രാർത്ഥിച്ചും സന്തോഷമായിട്ട് കൂടിക്കോളും. അമ്മച്ചി അവിടെ ഹാപ്പിയാ. അതിനിടെ അനാഥാലയം കൊണ്ട് വന്നേക്കുന്നു. വിളിച്ച അവിടുന്ന് ജോസൂട്ടി പോവാടാ. ശരി ചേ. ഓ വീട്ടിൽ നിന്ന് ഈ സമയത്ത് എന്നാടി അവരോട് അവിടെ നിൽക്കാൻ പറയടി, ഞാനങ്ങോട്ട് വരാം. ഓ എന്നാടാ ഇത്, തൊട്ട സെപ്റ്റിക് ആവുമല്ലോ. നിനക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തൂടെ? ഇത് കൊള്ളാലോ, പുതിയ കരവൾക്കാരാണോ?